Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം തേർഡ് സെമസ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ആണ് നമ്മൾ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഇൻട്രൊഡക്ഷൻ ടു ബാങ്കിങ് കമ്പനീസ്. ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ഗ്യാപ്പായി. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ വീഡിയോസിലെ ഒരു ആക്ച്വലി 2-3 ആഴ്ചയുടെ ഗ്യാപ്പ് ഒന്നും നമുക്ക് തീരെ സമയം കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞ. സോ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ്. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടത് ബാങ്കിങ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ള ഈ ചാപ്റ്ററിൽ. അതില് ബാങ്കിങ് കമ്പനിയുടെ P&L അക്കൗണ്ട് പ്രിപ്പറേഷൻ ആണ് നമ്മൾ ഫിനിഷ് ചെയ്തത്. സോ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ ആണ് നോക്കാനുള്ള. സോ ഇതിന്റെ പെർഫോമ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു കാര്യമാണ് കമ്പയറിംഗ് വിത്ത് സാധാരണ ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷനും ഒരു ബാങ്കിങ് കമ്പനിയിലോട്ട് വരുന്ന സമയത്ത് അവിടെ മെയിൻ ആയിട്ട് കാണുന്ന ഡിഫറൻസ് എന്താണ്? അവിടെ ഷെഡ്യൂൾസിന്റെ ബേസിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ. 1 to 16 1 മുതൽ 16 വരെ ഷെഡ്യൂൾസ് നമുക്ക് പഠിക്കാനുണ്ട്. സോ 1 to 12 ഷെഡ്യൂൾസ് ബാലൻസ് ഷീറ്റിലും 13 to 16 ഷെഡ്യൂൾസ് P&L ആണ് വരുന്നത്. സോ P&L അക്കൗണ്ട് പ്രിപ്പറേഷന്റെ സമയത്ത് നമ്മൾ 13 to 16 ഷെഡ്യൂൾസ് കണ്ടതാണ്. അതിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു പ്രോബ്ലം ചെയ്തു. സോ നെക്സ്റ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷനിലോട്ട് വരുമ്പോൾ നമ്മൾ 1 to 12 1 മുതൽ 12 വരെയുള്ള ഷെഡ്യൂൾസ് ആണ് ബാലൻസ് ഷീറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് സാധാരണ ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഉള്ളതും ഈ പറയുന്ന ബാങ്കിങ് കമ്പനിയിലോട്ട് വരുമ്പോൾ കറക്റ്റ് ആയിട്ട് ഈ പറയുന്ന ബാലൻസ് ഷീറ്റിലോട്ട് വരണേക്കാൾ മുമ്പ് 1 മുതൽ 12 വരെ ഒരു ഷെഡ്യൂളും കൂടി ഉണ്ട്, നമ്പർ ഇട്ടില്ല. 1 മുതൽ 12 വരെ ഷെഡ്യൂൾസ് നമുക്ക് ബാലൻസ് ഷീറ്റിലുണ്ട്. ഈ 12 ഷെഡ്യൂൾസ് വരച്ചതിന് ശേഷം മാത്രമേ ഇതിനെ ഫൈനലി ഇങ്ങനെ ഒരു പെർഫോമയിലേക്ക് ബാലൻസ് ഷീറ്റിന്റെ പെർഫോമയിലേക്ക് മാറ്റാൻ സാധിക്കുള്ളൂ. നേരെ മറിച്ച് സാധാരണ ഒരു കമ്പനിയുടെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓരോ ഷെഡ്യൂൾ നമ്പർ ഏതാണെന്നുള്ളത് നമുക്ക് പഠിക്കേണ്ട ആവശ്യം വരാറില്ല. സോ അതാണ് ബാങ്കിങ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷനിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. സോ നമുക്കിനി ആ പെർഫോമയിലേക്ക് പോവാം. സോ നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ നമുക്കറിയാം ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ് ഒരു ഏരിയ, ദെൻ അസറ്റ്സ് മറ്റേ ഏരിയ. സോ രണ്ടും എപ്പോഴും ഈക്വൽ ആയിരിക്കണം. സോ നമ്പർ 1 ആദ്യത്തെ ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസിലെ ഷെഡ്യൂൾ നമ്പർ 1 എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണ്. സോ നമ്മള് വരയ്ക്കുന്നതിനേക്കാൾ മുമ്പ് ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നതിനേക്കാൾ മുമ്പ് ആദ്യം ഷെഡ്യൂൾ നമ്പർ 1 വരച്ച് ക്യാപിറ്റലിന്റെ ഡീറ്റെയിൽസ് അവിടെ പ്രസന്റ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് വരാൻ പാടുള്ളൂ, ഇതിലോട്ട് അത് എഴുതാൻ പാടുള്ളൂ. സോ നമ്പർ 1 ക്യാപിറ്റൽ. നമ്പർ 2 റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഷെഡ്യൂൾ നമ്പർ 2 റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. ഷെഡ്യൂൾ നമ്പർ 3 ഡിപ്പോസിറ്റ്സ്. ഒരു ബാങ്കിങ് കമ്പനിയുടെ ഏറ്റവും ലോങ് ടൈം ആയിട്ടുള്ള ഒരു ലൈബിലിറ്റി ആണ് ഡിപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് നമുക്കത് തിരിച്ചു കൊടുക്കേണ്ടതാണ്, നമ്മുടെ ഒബ്ലിഗേഷൻ ആണ്. അത് FD ആയിരിക്കാം, സേവിങ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ റിക്കറിംഗ് ആയിരിക്കാം. ഏത് ഡിപ്പോസിറ്റ്സ് ആണെങ്കിലും അത് ഷെഡ്യൂൾ നമ്പർ 3 വരാം. നെക്സ്റ്റ് ബോറോയിങ്സ്. ബാങ്ക് മറ്റേ ഇവിടെ നിന്നൊക്കെ കടം മേടിച്ചിട്ടുണ്ട്, അപ്പൊ അതാണ് ബോറോയിങ്സ് വരാം, ലോങ് ടൈം ബോറോയിങ്സ്. ദെൻ അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻ ഷെഡ്യൂൾ നമ്പർ 5. ഇങ്ങനെ 5 ഷെഡ്യൂൾസ് ആണ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസിൽ വരുന്നത്. ടോട്ടലി ഇതു. ദെൻ അസറ്റ്സിലോട്ട് വരുമ്പോൾ നമ്പർ 1 ക്യാഷ് ആൻഡ് ബാലൻസസ് വിത്ത് RBI. അപ്പൊ നമ്മുടെ ക്യാഷ് ഇൻ ഹാൻഡ് എമൗണ്ട്. ദെൻ നമ്മള് ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ഡിപ്പോസിറ്റ്സിലെ ഒരു സർട്ടൻ പെർസെന്റേജ് RBIയിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, മാറ്റണം. സോ അങ്ങനെ വരുന്ന എമൗണ്ട് ആണ്. ആ എമൗണ്ടും നമ്മുടെ ക്യാഷ് ഇൻ ഹാൻഡ് ഒക്കെ കൂടിയിട്ടുള്ളതാണ് ഷെഡ്യൂൾ നമ്പർ 6 ക്യാഷ് ആൻഡ് ബാലൻസസ് വിത്ത് RBI. സോ ആണ് ഷെഡ്യൂൾ നമ്പർ 6. ആഫ്റ്റർ ദാറ്റ് ബാലൻസസ് വിത്ത് ബാങ്ക്സ് ആൻഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. അപ്പോ ബാലൻസസ് വിത്ത് ബാങ്ക്, നമ്മുടെ ക്യാഷ് അറ്റ് ബാങ്കും ദെൻ മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. എന്താണ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്? അഡ്വാൻസസ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ബ്രോക്കേഴ്സിന്, സ്റ്റോക്ക് ബ്രോക്കേഴ്സിന്, ഇവർക്കൊക്കെ അഡ്വാൻസസ് കൊടുക്കും. ആ കൊടുക്കുന്ന അഡ്വാൻസ് ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം ചിലപ്പോൾ പൈസ നമ്മൾ കൊടുക്കാൻ നോക്കി 1 day.
അങ്ങനെയാണെങ്കിൽ അതിനെ പറയാനാണ് മണി അറ്റ് കോൾ. 1 day ആണ് അഡ്വാൻസ് കൊടുക്കുന്നത്, ഒരു ദിവസത്തേക്കാണെങ്കിൽ അതിനെ പറയാനാണ് മണി അറ്റ് കോൾ. ആൻഡ് നെക്സ്റ്റ് എന്താണ് ഷോർട്ട് നോട്ടീസ് എന്ന് പറയുമ്പോൾ ഒരു 7 daysനൊക്കെ നമ്മള് എമൗണ്ട് അഡ്വാൻസസ് ഈ പറയുന്ന ബ്രോക്കേഴ്സിനാവാം അല്ലെങ്കിൽ നീഡി പീപ്പിളിന് നമ്മൾ കൊടുക്കുമ്പോ അതിനെയാണ് നമ്മൾ ഷോർട്ട് നോട്ടീസ് എന്ന് പറയാം. മണി അറ്റ് കോൾ അല്ലെങ്കിൽ മണി അറ്റ് ഷോർട്ട് നോട്ടീസ്. അപ്പൊ അഡ്വാൻസസിനെ 1 day അഡ്വാൻസ് ആണ് മണി അറ്റ് കോൾ, 7 days അഡ്വാൻസസ് ആണ് മണി അറ്റ് എന്താണ് ഷോർട്ട് നോട്ടീസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. സോ അതാണ് ഷെഡ്യൂൾ നമ്പർ 7, ബാലൻസസ് വിത്ത് ബാങ്ക് ആൻഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സ്. ബാങ്ക് എവിടേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഷെഡ്യൂൾ നമ്പർ 8. ദെൻ ലോങ് ടൈം അഡ്വാൻസസ്, സാധാരണ നമ്മൾ കൊടുക്കുന്ന അഡ്വാൻസസ്, അതാണ് ഷെഡ്യൂൾ നമ്പർ 9. ഓക്കെ. ദെൻ ഫിക്സ്ഡ് അസറ്റ്സ് ഷെഡ്യൂൾ നമ്പർ 10, അതർ അസറ്റ്സ് ഷെഡ്യൂൾ നമ്പർ 11. ഇങ്ങനെ അസറ്റ്സില് 6 to 11 ഷെഡ്യൂൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ള. എല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ ടോട്ടൽ അസറ്റ്സ് കിട്ടി. സോ നമ്മുടെ എന്താണ് ക്യാപിറ്റൽ ആൻഡ് ലൈബിലിറ്റീസും അതുപോലെ തന്നെ അസറ്റ്സിന്റെ ടോട്ടലും ഈക്വൽ ആവും. ദെൻ ലാസ്റ്റ് ഷെഡ്യൂൾ നമ്പർ 12 ആണ് contingent liability. What do you mean by contingent liability? A liability may or may not become a liability in the future. നമുക്ക് എന്താണ് become a liability, നമുക്ക് ഫ്യൂച്ചറില് ഒരു ലൈബിലിറ്റി, ഫ്യൂച്ചറിൽ അത് ആ ഒരു എമൗണ്ട് ലൈബിലിറ്റി ആവാനും ആവാതിരിക്കാനും സാധ്യതയുണ്ട്. അതിനാണ് കണ്ടിൻജന്റ് ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എന്താണ് ഒരു കേസില് ഒരു എന്താണ് കോടതിയിൽ നിൽക്കുന്ന ഒരു കേസാണ്. അതിൽ നമുക്കൊരു എന്താണ് 10 lakh rupeesന്റെ വാല്യൂ വരുന്ന എന്താണ് എമൗണ്ടിന്റെ ഒരു കേസാണ് വരുന്നത്. ആ കേസ് നമ്മൾ തോറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബാധ്യതയാവും, ജയിക്കുകയാണെങ്കിൽ വരില്ല. അപ്പോ ഫ്യൂച്ചറിൽ അത് ലൈബിലിറ്റി ആവാനും ആവാതിരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മള് അതിനെ ബാലൻസ് ഷീറ്റിന്റെ ഉള്ളിൽ എഴുതാൻ പറ്റില്ല, അതിന്റെ താഴെ നമ്മൾ കൊടുക്കുകയാണ് കണ്ടിൻജന്റ് ലൈബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഷെഡ്യൂൾ നമ്പർ 12. എന്തിനാണ് ഇത് ഇവിടെ കാണിക്കുന്നത്? പലപ്പോഴും ഈ ഒരു ബാങ്ക് മറ്റ് ബാങ്കുകളായിട്ടോ അല്ല മറ്റ് പല ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു എന്താണ് ബാങ്കിന്റെ ആക്ച്വൽ സിറ്റുവേഷൻ എന്താണെന്ന് അറിയുമ്പോ ഇത് മാത്രം പറഞ്ഞാൽ പോരാ, ഫ്യൂച്ചറിൽ ഇനി എന്തെങ്കിലും ലൈബിലിറ്റി തലയിലേക്ക് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം, അത് മസ്റ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ കണ്ടിൻജന്റ് ലൈബിലിറ്റീസ് ഷെഡ്യൂൾ നമ്പർ 12 എന്ന് പറഞ്ഞിട്ട് ഏറ്റവും താഴെ കാണിക്കുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് പ്രിഫോമ ഓഫ് എന്താണ് ബാലൻസ് ഷീറ്റ്. സോ നെക്സ്റ്റ് നമുക്കപ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലത്തിലോട്ട് പോവാം. മൂവിങ് ടു പ്രോബ്ലം. സോ നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. സോ ക്വസ്റ്റ്യൻ ഇതാണ്, നോക്കിക്കോളൂ. പ്രിപ്പയർ ദി ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ്. ദി ബാലൻസ് ഷീറ്റ് ഓഫ് ന്യൂ ഇന്ത്യ ബാങ്ക് ലിമിറ്റഡ് ആസ് അറ്റ് 31st March 2020. അപ്പൊ നമുക്ക് ബാലൻസ് ഷീറ്റ് ആണ് വരയ്ക്കാനുള്ള. നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ 10 lakh rupees. Then subscribed capital 4 lakh shares at the rate of ₹20 each. 5 paid on each share 20 lakh rupees. So അത് 20 അല്ലാതെ 1 crore ആണ് നമുക്ക് ആദ്യം ഓതറൈസ്ഡ് പറഞ്ഞിട്ടുള്ളത്. Then investments, bills discounted, bank premises, rebate തന്നിട്ടുണ്ട്, circular notes, advances, reserves, ഇൻവെസ്റ്റ്മെന്റ്, ക്യാഷ് ഇൻ ഹാൻഡ്, P&L ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റ് ബാങ്കിന്റെ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, ഒരു ബാങ്കിന്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ 1 to 12 ഷെഡ്യൂൾസ് നമ്മൾ വരച്ചതിന് ശേഷമാണ് ബാലൻസ് ഷീറ്റിലോട്ട് പോകാൻ പാടുള്ളൂ. സോ നമുക്ക് ആദ്യം തന്നെ അപ്പൊ എന്ത് വരയ്ക്കണം? ഷെഡ്യൂൾസ് വരയ്ക്കണം. ഓർഡറിൽ നമുക്ക് ഷെഡ്യൂൾസ് വരയ്ക്കണം. അതിനുശേഷമാണ് ആ കിട്ടുന്ന ആൻസർ ബാലൻസ് ഷീറ്റിലോട്ട് നമ്മൾ മാറ്റാൻ സാധിക്കുള്ളൂ. സോ ആദ്യം തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട എന്താ? ഷെഡ്യൂൾ നമ്പർ 1. അപ്പൊ ആദ്യം എഴുതാം ഷെഡ്യൂൾ നമ്പർ ഫസ്റ്റ്. ആദ്യം എഴുതാം ഷെഡ്യൂൾ നമ്പർ 1. ഷെഡ്യൂൾ നമ്പർ 1 എന്താണ്? ക്യാപിറ്റൽ. ക്യാപിറ്റൽ. ഓക്കെ. സോ എമൗണ്ട്. ഓക്കെ. സോ ഇവിടെ ഷെയർ ക്യാപിറ്റലിന്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ അറിയാം. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 crore rupees ആണ്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 crore rupees ആണ്. അപ്പൊ ആദ്യം എഴുതാം ഓതറൈസ്ഡ് ക്യാപിറ്റൽ 1 crore rupees. അത് നമ്മൾ കൺസിഡർ ചെയ്യില്ല. നമുക്കറിയാം കോൾഡ് അപ്പ് അല്ലെ, പെയ്ഡ് അപ്പ് എമൗണ്ട്, കോൾഡ് അപ്പ് ആൻഡ് പെയ്ഡ് അപ്പ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. സോ തൊട്ടടിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ അതിൽ പെയ്ഡ് അപ്പ് എമൗണ്ടിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് താഴെ എഴുതാം ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ്, ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ് ആൻഡ് പെയ്ഡ് അപ്പ്
പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. നമ്മുടെ അടുത്ത എമൗണ്ട് പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 4 lakh shares at the rate of ₹20 each. 5 rupees ആണ് പെയ്ഡ്. then അതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 20 lakh rupees ആണ്. സോ 20 lakh rupees ആണ് വരുന്നത്. ബ്രാക്കറ്റില് എത്രയാ? 4 lakh shares. 4 lakh shares at the rate of ₹20. അതിൽ 5 ആണ് പെയ്ഡ് അപ്പ്. സോ at the rate of ₹20 അതിൽ 5 പെയ്ഡ് അപ്പ് rupees. ഓക്കെ, പെയ്ഡ് അപ്പ്. സോ അങ്ങനെയാണ് നമുക്ക് 20 lakhs വന്നേ. സോ അതാണ് നമ്മുടെ ഷെഡ്യൂൾ നമ്പർ 1. ഓക്കെ, അപ്പൊ അതിൽ വേറെ ഒന്നും വരുന്നില്ല. അപ്പൊ 20 lakh ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇടുന്നു. സോ ഷെഡ്യൂൾ നമ്പർ 1ന്റെ എമൗണ്ട് എത്രയാ? 20 lakhs. അപ്പൊ ഷെഡ്യൂൾ നമ്പർ 1 ഫിനിഷ് ചെയ്തു. വേറെ ഒന്നുമില്ല അഡ്ജസ്റ്റ്മെന്റ്. നെക്സ്റ്റ് ഷെഡ്യൂൾ നമ്പർ 2 റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. ഷെഡ്യൂൾ നമ്പർ 2 reserves and surplus. സോ ഇവിടെ നോക്കാം എന്തൊക്കെയാണ് നമുക്ക് റിസർവ് ഡീറ്റെയിൽസ് എന്നുള്ളത് നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്യാം. അപ്പൊ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. റിസർവ്സ് ഉണ്ട് 30 lakh rupees. അപ്പൊ അത് എഴുതാം റിസർവ്സ് 30 lakh rupees, 30 ലക്ഷം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഡിപ്രീസിയേഷൻ ഫണ്ട്. അപ്പൊ ഫണ്ട് ആണത്, റിസർവ്സിൽ വരുന്നതാണ്. സോ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എമൗണ്ട് വരുന്നത് 1 lakh rupees. 1 lakh rupees. And after that next നമുക്ക് P&L ക്രെഡിറ്റ് ബാലൻസ് തന്നിട്ടുണ്ട്. അപ്പൊ അടുത്തത് എഴുതാം P&L ക്രെഡിറ്റ് ബാലൻസ്. എമൗണ്ട് പറഞ്ഞിരിക്കുന്നത് 8,50,000 rupees. സോ എല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ അവിടെ വരുന്നത് 39,50,000 rupees ആണ് ടോട്ടൽ വരുന്നത് ഷെഡ്യൂൾ നമ്പർ 2. ഓക്കെ, അപ്പൊ ഷെഡ്യൂൾ നമ്പർ 2 ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് ഷെഡ്യൂൾ നമ്പർ 3 ആണ്. ഷെഡ്യൂൾ നമ്പർ 3 ഡിപ്പോസിറ്റ്സ്. സോ ഇവിടെ ഡിപ്പോസിറ്റ്സ് ആയിട്ട് ഒരൊറ്റ ഐറ്റം നമുക്ക് തന്നിട്ടുണ്ട്, നോക്കാം. ഡിപ്പോസിറ്റ്സ് എന്ന് പറയുന്നത് കറന്റ് ആൻഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു 5,60 lakh rupees പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണത്? എഴുതാം കറന്റ് ആൻഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട്. കറന്റ് ആൻഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട് 5,60 lakh rupees. ഓക്കെ, വേറെ ഐറ്റംസ് ഒന്നുമില്ല. അപ്പോ അത് അത്രയ്ക്ക് തന്നെയുള്ളൂ. സോ ഷെഡ്യൂൾ നമ്പർ 3 ഫിനിഷ്ഡ്. നെക്സ്റ്റ് ഷെഡ്യൂൾ നമ്പർ 4 ആണ്. ഷെഡ്യൂൾ നമ്പർ 4 ഒന്നുമില്ല ഐറ്റംസ്. ഷെഡ്യൂൾ നമ്പർ 4 എന്ന് പറഞ്ഞാൽ ബോറോയിങ്സ് ആണ്. നമുക്ക് വെറുതെ എഴുതി വെക്കാം. ഷെഡ്യൂൾ നമ്പർ 4 ബോറോയിങ്സ് ഒന്നുമില്ല, നില്ലാണ്. വെറുതെ ഫോമാറ്റിന് വേണ്ടിട്ട് ഇത് എഴുതി വെക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമുക്ക് നില്ലാണ്, വേറെ ഐറ്റംസ് ഒന്നുമില്ല, നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണോ, ഷെഡ്യൂൾ നമ്പർ എഴുതി വെക്കണം. നെക്സ്റ്റ് ഷെഡ്യൂൾ നമ്പർ 5 പോണ്ടേ. ഷെഡ്യൂൾ നമ്പർ 5 other liabilities and provisions. ഏതൊക്കെയാണ് ഇനി അതർ ലൈബിലിറ്റീസ് എന്നുള്ള ചെക്ക് ചെയ്യാം. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാൻ പറ്റും. അതർ ലൈബിലിറ്റീസില് റിബേറ്റ് ഓൺ ബിൽസ് നോട്ട് ഡ്യൂ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, ഒരു 50,000 rupees ഉണ്ട്. അപ്പൊ അത് എഴുതാം റിബേറ്റ് ഓൺ ബിൽസ് നോട്ട് ഡ്യൂ എമൗണ്ട് 50,000 rupees. 50,000 അല്ലെ, അതർ ലൈബിലിറ്റീസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. നെക്സ്റ്റ് ഒരെണ്ണം വരുന്നത് സർക്കുലർ നോട്ട്സ് ആൻഡ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. സോ നമുക്ക് എന്താണ് കൊടുക്കാനുള്ളതാണ് എമൗണ്ട് സർക്കുലർ നോട്ട്സ് ആൻഡ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. സോ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഓക്കെ, ബാങ്കിനെ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കാര്യങ്ങളാണ്. സോ അടുത്ത എന്താണ് അതർ ലൈബിലിറ്റീസിൽ വരുന്നതാണ് 20 lakh rupees ആണ് വരുന്നത്. 20 lakh rupees. സോ ഈ രണ്ട് ഐറ്റംസും ആണ് നമുക്ക് അതർ ലൈബിലിറ്റീസ് ആൻഡ് പ്രൊവിഷനിൽ വരുന്നത്. രണ്ടും കൂടി ടോട്ടൽ ചെയ്യുമ്പോ 20,50,000 rupees ആണ് ടോട്ടൽ
ഷെഡ്യൂൾ നമ്പർ 1-ല് ഷെഡ്യൂൾ നമ്പർ 5-ൽ വരുന്നത്. സോ നമ്മുടെ ക്യാപിറ്റൽ ആൻഡ് ലൈബിലിറ്റീസ് ഒരു സൈഡിന്റെ 5 ഷെഡ്യൂൾസിന്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. സോ നമുക്ക് നെക്സ്റ്റ് ഇനി നോക്കാനുള്ള ഏതാ ഷെഡ്യൂൾ നമ്പർ 6 അസെറ്റ്സിന്റെ ഡീറ്റെയിൽസിലോട്ടാണ് നമുക്കപ്പോ നെക്സ്റ്റ് പോണ്ടേ. സോ എടുത്തു വരയ്ക്കാം ഷെഡ്യൂൾ നമ്പർ 6. സോ ഷെഡ്യൂൾ നമ്പർ 6-ല് ക്യാഷ് ആൻഡ് ബാലൻസസ് വിത്ത് RBI ആണ്. ക്യാഷ് ആൻഡ് ബാലൻസസ് വിത്ത് RBI. സോ എമൗണ്ട് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കിയേ ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് റിസർവ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു 1 crore rupees പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എഴുതാം ക്യാഷ് ഇൻ ഹാൻഡ് എത്രയാണ് 1 crore rupees. 1 crore rupees. അപ്പൊ വേറെ ഐറ്റംസ് ഒന്നുമില്ല, അത്ര തന്നെയുള്ളൂ. അപ്പൊ ഷെഡ്യൂൾ നമ്പർ 6 ഫിനിഷ്ഡ്. നെക്സ്റ്റ് ഷെഡ്യൂൾ നമ്പർ 7. സോ ഷെഡ്യൂൾ നമ്പർ 7 നമ്മൾ കണ്ടു ബാലൻസസ് വിത്ത് ബാങ്ക് ആൻഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് ആണ്. സോ ബാലൻസസ് വിത്ത് ബാങ്ക് ആൻഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. സോ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിലെ ഡീറ്റെയിൽസിൽ പറഞ്ഞിരിക്കുന്നത് ചെക്ക് ചെയ്യാം. ഒരു മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്ന് പറഞ്ഞിട്ട് ഒരു 90 lakh rupees പറഞ്ഞിട്ടുണ്ട്. സോ നേരെ അത് എഴുതാം 90 lakh rupees. അപ്പൊ അത് മാത്രമല്ലോ ഷെഡ്യൂൾ നമ്പർ 7. ദാറ്റ്സ് ഓൾ. സോ നെക്സ്റ്റ് ഷെഡ്യൂൾ നമ്പർ 8. സോ ഷെഡ്യൂൾ നമ്പർ 8 എന്താണ് ഇൻവെസ്റ്റ്മെന്റ്സ്. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാം ഇൻവെസ്റ്റ്മെന്റ്സിന്റെ എന്ത് ഡീറ്റെയിൽ ആണ് തന്നിട്ടുള്ളത് നോക്കാം. സോ ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാൽ അറിയാൻ പറ്റും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒരു 70 lakh rupees നമുക്ക് നേരെ പറഞ്ഞിട്ടുണ്ട്. 70 lakh rupees ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞിട്ട് നേരെ അത് എഴുതാം, വേറെ ഒന്നും ഇല്ലേ. സോ 70 lakh rupees ഷെഡ്യൂൾ നമ്പർ 8 ഫിനിഷ്ഡ്. സോ നെക്സ്റ്റ് ഷെഡ്യൂൾ നമ്പർ 9. സോ ഷെഡ്യൂൾ നമ്പർ 9 എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ള അഡ്വാൻസസ് ഡീറ്റെയിൽസ് ആണ്. അഡ്വാൻസസ് അപ്പോ നമുക്ക് ചെക്ക് ചെയ്യാം അഡ്വാൻസസിന്റെ എന്തൊക്കെയാണ്. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിയാൽ കിട്ടും പറയണം ബിൽസ് പെർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ടഡ് എന്ന് പറഞ്ഞിട്ട് ബിൽസ് ഡിസ്കൗണ്ടഡ് ഒരു 1 crore 50 lakh rupees ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 1 crore 50 lakh. അപ്പൊ എന്താണ് ബിൽസ് ഡിസ്കൗണ്ടഡ് ആണ് എന്ന് വെച്ചാൽ നമുക്ക് പൈസ കിട്ടാനുള്ള നമ്മൾ പൈസ എന്ത് ചെയ്തിട്ടുള്ളതാണ് കൊടുത്തിട്ടുള്ളതാണ് ബില്ല് ഡിസ്കൗണ്ട് ചെയ്തിട്ട്. സോ നമുക്കത് കിട്ടും. ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. നമുക്കറിയാം പലപ്പോഴും ബാങ്ക് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ആയിരിക്കും കൂടുതൽ കസ്റ്റമർ സെല്ലറും ബയറും നമ്മൾ ഉണ്ടാവുക. സോ ആ ഒരു സാഹചര്യത്തില് ഈ എന്താണ് സെല്ലർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പലപ്പോഴും പൈസ ആവശ്യം വരുന്ന സമയത്ത് സെല്ലർക്ക് കിട്ടിയിട്ടുള്ള എഗ്രിമെന്റ് ആയിട്ടുള്ള ബില്ലിനെ ആ സെല്ലറുടെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡിസ്കൗണ്ട് ചെയ്യും. സോ അങ്ങനെ മുൻകൂട്ടി എന്ത് ചെയ്യും പൈസ മേടിക്കുകയാണ് ചെയ്യുക. സോ അതാണ് ബിൽസ് ഡിസ്കൗണ്ടഡ് അഡ്വാൻസസിൽ വരുന്നത്. സോ ബിൽസ് ഡിസ്കൗണ്ടഡ് കൊടുത്തിട്ടുള്ള എമൗണ്ട് 1 crore 50 lakh rupees ആണ്. 1 crore 50 lakh rupees. സോ വേറെ ഐറ്റംസ് ഒന്നുമില്ല. വേറെ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഒന്നും കൂടി ചെക്ക് ചെയ്യട്ടെ. ഇനി അഡ്വാൻസസ് ടു കസ്റ്റമേഴ്സ് ഒരു ഐറ്റം കൂടി ഉണ്ട്. അഡ്വാൻസസ് ടു കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം എടുക്കുന്നുണ്ട്. അപ്പൊ അതെഴുതാം അഡ്വാൻസസ് ടു കസ്റ്റമേഴ്സ് 2 crore 20 lakh rupees ആണ് പറഞ്ഞിട്ടുള്ളത്. 20 lakh rupees. 2 crore 20 lakh rupees. അപ്പൊ ടോട്ടൽ അവിടെ 3 crore 70 lakh rupees ആണ് നമുക്ക് ഷെഡ്യൂൾ നമ്പർ 9 വരുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് ഷെഡ്യൂൾ നമ്പർ 9. ഇനി നെക്സ്റ്റ് ഷെഡ്യൂൾ നമ്പർ 10 ഫിക്സഡ് അസറ്റ്സ് ആണ്. ഷെഡ്യൂൾ നമ്പർ 10 ഫിക്സഡ് അസറ്റ്സ്. സോ ഇവിടെ പ്രിമൈസസ് പറഞ്ഞിട്ടുണ്ട്. ഒരു എത്രയാണ് പ്രിമൈസസ് 10 lakh rupees. അപ്പൊ അടുത്ത് എഴുതാം പ്രിമൈസസ് എമൗണ്ട് എത്രയാണ് പറഞ്ഞ 10 lakh rupees. 10 lakh rupees. സോ വേറെ ഐറ്റംസ് ഒന്നുമില്ല. ഷെഡ്യൂൾ നമ്പർ 10 ഫിനിഷ്ഡ്. ദെൻ ഇനി ഷെഡ്യൂൾ നമ്പർ 11 ഉണ്ട് 12 ഉണ്ട്. അതിൽ ഡീറ്റെയിൽസ് ഒന്നുമില്ല. നമ്മള്
ഫോമാറ്റിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. ഷെഡ്യൂൾ നമ്പർ 11 നില്ലാണ്. ഷെഡ്യൂൾ നമ്പർ 11 എന്ന് പറയുന്നത് അതർ അസറ്റ്സ് ആണ്. നമുക്കറിയാം അതർ അസറ്റ്സ് ആണ്, അതിലൊന്നുമില്ല. ദെൻ ഈ പ്രോബ്ലത്തിൽ ഇല്ല. ദെൻ ഷെഡ്യൂൾ നമ്പർ 12 കണ്ടിൻജന്റ് ലയബിലിറ്റി ആണ്. കണ്ടിൻജന്റ് ലയബിലിറ്റീസ് അതും ഇവിടെ ഒന്നുമില്ല, നില്ലാണ്. സോ നമ്മള് ടോട്ടൽ 1 to 12 ഷെഡ്യൂൾസ് പ്രിപ്പയർ ചെയ്തു. ഓരോന്നിന്റെ എമൗണ്ട് കിട്ടി സെപ്പറേറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം കണ്ടുള്ള ഫോമാറ്റ് പ്രകാരം നമ്മൾ ഇതിനെ എഴുതി വെക്കുകയാണ് ചെയ്യാം. സോ നെക്സ്റ്റ് നമുക്കപ്പോ ഫൈനലി പ്രസന്റ് ചെയ്യുന്ന ആ ഒരു ഫോമാറ്റിലോട്ട് പോവാം. ഓക്കെ, സോ ഫൈനലി നമുക്ക് ബാലൻസ് ഷീറ്റിന്റെ പ്രിപ്പറേഷനിലോട്ട് പോവാം. സോ ബാലൻസ് ഷീറ്റ് ഓഫ് ന്യൂ ബാങ്ക് ലിമിറ്റഡ് ആസ് അറ്റ് 31st March 2020 നമ്മൾ ഫോമാറ്റ് വരച്ചു. പെർട്ടിക്കുലേഴ്സ്, ഷെഡ്യൂൾ നമ്പർ, എമൗണ്ട്. സോ നമ്മൾ നേരത്തെ ഷെഡ്യൂൾസ് വരച്ച് കിട്ടിയിട്ടുള്ള ആ ആൻസർ നമുക്ക് ഇനി എന്ത് ചെയ്യാണ്? ഫൈനലി പ്രസന്റ് ചെയ്യണം വേണ്ടേ? അപ്പൊ നമുക്ക് എന്താണ് ആദ്യം? ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ്. ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ്. ഈ ഫോമാറ്റ് ശരിക്കും പറയുകയാണെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ്സ് കമ്പയറിംഗ് വിത്ത് സാധാരണ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് കുറവാണ്. ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഷെഡ്യൂൾസ് പഠിച്ചാൽ മതി, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ അതിന് തന്നെ നമുക്ക് എഴുതാം അതില് ക്യാപിറ്റൽ ഷെഡ്യൂൾ നമ്പർ 1. അപ്പൊ അതിന്റെ എമൗണ്ട് നമുക്ക് വന്നിട്ടുള്ളത് എത്രയാണ്? 20 lakh rupees. 20 lakh rupees. നെക്സ്റ്റ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് ഷെഡ്യൂൾ നമ്പർ 2 നമുക്ക് എമൗണ്ട് കിട്ടിയിട്ടുള്ളത് 39,50,000 rupees. ഓക്കെ, നെക്സ്റ്റ് ഡിപ്പോസിറ്റ്സ് ആണ് അടുത്ത് കിട്ടിയിട്ടുള്ള ഡിപ്പോസിറ്റ്സ്. ഷെഡ്യൂൾ നമ്പർ 3 ആണ് 5,60 lakh rupees. 5,60 lakh rupees ആണ് ഷെഡ്യൂൾ നമ്പർ 3 വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ബോറോയിങ്സ്. അടുത്തത് ബോറോയിങ്സ് ഷെഡ്യൂൾ നമ്പർ 4 ആണ്. നമുക്ക് ബോറോയിങ്സിലൊന്നും ഉണ്ടായിരുന്നില്ല, നില്ലാണ്. സോ നെക്സ്റ്റ് എഴുതാം അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻ. ഷെഡ്യൂൾ നമ്പർ 5 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത് 20,50,000 rupees ആണ്. 20,50,000 rupees. സോ ഇത്ര ഡീറ്റെയിൽസ് ആണ് നമുക്ക് ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ് വന്നിട്ടുള്ളത്. എല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെ വരുന്നത് 6,40 lakh rupees ആണ്. 6,40 lakh rupees ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഒരു സൈഡ് നമ്മൾ ഫിനിഷ് ചെയ്തു. സോ നെക്സ്റ്റ് അടുത്തത് അസറ്റ്സ് ആണ്. സോ അസറ്റ്സിലെ ആദ്യത്തെ ഷെഡ്യൂൾ നമ്പർ 6 എഴുതാം. ക്യാഷ് ആൻഡ് balances with RBI. ഷെഡ്യൂൾ നമ്പർ 6 നമുക്ക് കിട്ടിയിട്ടുള്ളത് 1 crore rupees ആണ്. 1 crore rupees. 1 crore. നെക്സ്റ്റ് balances with bank and money at call and short notice. Schedule number 7 amount നമുക്ക് 90 lakh rupees ആണ്. 90 lakh rupees. And after that schedule number 8 investments ആണ്. investments. So ഈ ഷെഡ്യൂൾസ് പ്രോപ്പർ ആയിട്ട് പഠിക്കുക. ഷെഡ്യൂൾ നമ്പർ 8 70 lakh rupees. 70 lakh rupees. And after that schedule number 9 advances. Schedule number 9 amount വരുന്നത് 3,70 lakh rupees. 3,70 lakh. Okay, 70 lakh rupees. Next after advances fixed assets ആണ് വരുന്നത്. Fixed assets ഷെഡ്യൂൾ നമ്പർ 10 ആണ്. എമൗണ്ട് വരുന്നത് 10 lakh rupees. 10 lakh rupees. Then next schedule number 11 other assets ആണ്. നില്ലാണ് അവിടെ. other assets schedule number 11 നില്ലാണ്. സോ എല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റ് ടാലി ആയി 6,40 lakh rupees. 6,40 lakh rupees. രണ്ട് സൈഡും ടാലി. ലാസ്റ്റ് ഒരു കാര്യം കൂടി കാണിക്കണം. contingent liabilities.
ഷെഡ്യൂൾ നമ്പർ 2 ഇവിടെ നില്ലാണ്, ഒന്നും ഇൻക്ലൂഡ് ചെയ്യേണ്ടതില്ല. ഓക്കെ, സോ നമ്മുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ കഴിഞ്ഞു. സോ ഒരു ബാങ്കിങ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അപ്പോ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് എന്താണ്? P&L അക്കൗണ്ട് പ്രിപ്പറേഷൻ ആണ്. സോ നമ്മൾ അതിന്റെ ഷെഡ്യൂൾസ് ഷെഡ്യൂൾ നമ്പർ 13 to 16 ആണെന്ന് കണ്ടു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ബാലൻസ് ഷീറ്റിലോട്ട് പോണ സമയത്ത് 1 to 12 ഷെഡ്യൂൾസ് ആണ് നമുക്ക് മനസ്സിലാക്കാനുള്ള. സോ ഒരു പ്രോബ്ലം കിട്ടി കഴിഞ്ഞാൽ ആദ്യം ഷെഡ്യൂൾസ് വരയ്ക്കണം, അതിനുശേഷം അത് പ്രസന്റ് ചെയ്യാം. എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയെന്നിരിക്കുന്നു. സോ നമ്മൾ ഇനി പ്രോപ്പർ ആയിട്ട് നമുക്ക് കുറച്ച് ചാപ്റ്ററും കൂടിയാണ് ഇതിൽ പെൻഡിങ് ഉള്ള. പ്രോപ്പർ ആയിട്ട് പ്രോബ്ലംസ് എല്ലാ ദിവസവും നമ്മൾ എന്തായാലും ഇടാൻ ട്രൈ ചെയ്യുന്നതാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. ഓക്കെ, സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS signing off. Have a nice day. Thank you.